മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മണ്ണ് സാമ്പിൾ എടുക്കുന്നത്. നമ്മൾ ഓരോ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യ നിലവാരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ മണ്ണിൽ മൂലകങ്ങൾ നൽകാനുള്ള, ചെടികൾക്ക് ആവശ്യമുള്ള മൂലകം നൽകാനുള്ള മണ്ണിൻ്റെ കഴിവിനെയാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത്. ആ ഫലഭൂയിഷ്ഠത അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് സാമ്പിൾ എടുക്കുന്നതും പരിശോധിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് സാമ്പിൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. നമ്മളൊരു ശരിയായ രീതിയിൽ മണ്ണ് സാമ്പിൾ എടുക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു സാമ്പിൾ പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായ മണ്ണ് സാമ്പിൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ മണ്ണ് പരിശോധനയ്ക്കിടെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മണ്ണ് പരിശോധനയുടെ ഏറ്റവും കൃത്യത കൈവരിക്കുന്നത് ശരിയായ രീതിയിലുള്ള മണ്ണെടുക്കലിലൂടെയാണ്. മണ്ണ് എടുക്കുമ്പോൾ, പരിശോധനയ്ക്കായി മണ്ണ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പരിശോധനയ്ക്കായി എടുക്കുന്ന മണ്ണ് സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. വരമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അടുത്തിടയ്ക്ക് വളം ചെയ്ത സ്ഥലങ്ങൾ, വളക്കുഴികളുടെയോ കമ്പോസ്റ്റ് കുഴികളുടെയോ സമീപം, മരങ്ങളുടെ തായ്തടിയുടെ സമീപം, വീട് അല്ലെങ്കിൽ റോഡ് എന്നിവയോട് ചേർന്ന പ്രദേശങ്ങൾ, കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്തോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവ സാമ്പിൾ ശേഖരണത്തിന് തീർത്തും ഒഴിവാക്കേണ്ട സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും താഴ്ന്ന പ്രദേശങ്ങളിലെ മണ്ണും തമ്മിൽ കൂട്ടിക്കലർത്താൻ പാടില്ല. മണ്ണ് ഒരു കൃഷിസ്ഥലത്തിൽ വിവിധ തരത്തിലുള്ള, വിവിധ കളറിലുള്ള മണ്ണുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് കളറിലുള്ള മണ്ണുകളെ കൂട്ടിയിളക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ വരികളായി ചെയ്യുന്ന വിളകളുടെ 2 വരികളുടെ ഇടയിൽ നിന്നാണ് മണ്ണെടുക്കേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ വിളകളുടെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലത്തു നിന്നോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്നോ മണ്ണെടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ തെങ്ങ് ആണെങ്കിൽ തെങ്ങിൻ തടത്തിൽ നിന്ന് മണ്ണെടുക്കാൻ പാടില്ല. തടത്തിൽ നിന്ന് 2 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ പരിശോധനയ്ക്കായി മണ്ണ് സാമ്പിൾ ശേഖരിക്കേണ്ടത്. ഇങ്ങനെ എടുക്കുന്ന എത്ര സാമ്പിൾ കൂടുതൽ എടുക്കാവുന്നു അത്രയും സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൃത്യത കൈവരിക്കാൻ കഴിയും. 1-2 ഏക്കറുള്ള ഒരു സ്ഥലത്തു നിന്നും പല സ്വഭാവത്തിലുള്ള മണ്ണ് കാണാൻ കഴിയും. അപ്പോൾ ഒരേപോലത്തെ സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഉദാഹരണമായി, ഒരു കൃഷിയിടത്ത് തന്നെ പരന്ന ഭാഗങ്ങളുണ്ടാവാം, വയലുകളുണ്ടാവാം, ചെരിവുള്ള ഭാഗങ്ങളുണ്ടാവാം. അപ്പോൾ ചെയ്യേണ്ടത് അവിടത്തെ വ്യത്യാസമനുസരിച്ച് കൃഷിയിടത്തെ തരംതിരിക്കണം. ഇവ ഓരോ ഭാഗമായി മാർക്ക് ചെയ്ത് ഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാമ്പിൾ എടുക്കേണ്ടതാണ്. ഇങ്ങനെ തരംതിരിച്ച് ഓരോ കൃഷിയിടത്തിൽ നിന്നും 1 ഏക്കറിന് 10 എന്ന കണക്കിൽ സാമ്പിളുകൾ ശേഖരിക്കണം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയുടെ വേരുപടലത്തിന്റെ ആഴത്തിലുള്ള മണ്ണ് സാമ്പിൾ എടുക്കുക. ചെടിയുടെ വേരിൽ നിന്നും 15 മുതൽ 20 സെന്റിമീറ്റർ വിട്ടാണ് മണ്ണെടുക്കേണ്ടത്. വാഴ, തെങ്ങ് എന്നിവയ്ക്ക് തടത്തിന്റെ പുറത്തു നിന്നാണ് മണ്ണ് പരിശോധനയ്ക്കായി എടുക്കേണ്ടത്. വാഴയ്ക്ക് ഉദ്ദേശം 75 സെന്റിമീറ്റർ, അതായത് 2.5 അടി അകലെ നിന്നും, തെങ്ങിൻ ചുവട്ടിൽ നിന്ന് 2 മീറ്റർ, അതായത് ഉദ്ദേശം 6 അടി അകലെ നിന്നും വേണം സാമ്പിളുകൾ ശേഖരിക്കേണ്ടത്. ഇതിനായി കണ്ടെത്തിയ ഭാഗങ്ങൾ വൃത്തിയാക്കി അവിടത്തെ മേൽമണ്ണ് നീക്കം ചെയ്ത് 15 സെന്റിമീറ്റർ ആഴത്തിൽ ഒരു മൺവെട്ടി ഉപയോഗിച്ച് വി ആകൃതിയിൽ കുഴിയെടുക്കണം. വി ആകൃതിയിലെ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ വരെ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ 10 മുതൽ 15 സ്ഥലങ്ങളിൽ നിന്നായി എടുത്ത മണ്ണ് നന്നായി കൂട്ടിക്കലർത്തി ഒരു പ്രതലത്തിൽ പരത്തിയിടുക. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് ശാസ്ത്രീയമായി കുറവ് ചെയ്യുന്ന രീതിയുണ്ട്. അതിനെ ചതുർവിഭജനം എന്നാണ് പറയുക. ഇതിൽ നിന്നും കല്ലും കട്ടകളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്ത് നെടുകയും കുറുകയും ഓരോ വര വരച്ച് 4 ആയി വിഭജിക്കുക. ഇതിൽ നിന്നും
കോണോട് കോൺ വരുന്ന 2 ഭാഗങ്ങളും നീക്കിക്കളഞ്ഞ ശേഷം വീണ്ടും മറ്റ് 2 ഭാഗങ്ങൾ കൂട്ടിക്കലർത്തി ഒന്നിച്ച് കൂനയാക്കുക. അവസാനം മണ്ണ് 1/2 കിലോ ആകുന്നതുവരെ ഈ ചതുർവിഭജനം തുടരേണ്ടതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ സാമ്പിൾ വൃത്തിയുള്ള തറയിലോ കടലാസിലോ നിരത്തി തണലിൽ ഉണക്കിയെടുക്കണം. ഒരിക്കലും മണ്ണ് വെയിലത്ത് ഉണക്കാൻ പാടില്ല. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണിസഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. തണലത്തിട്ട് ഉണക്കിയ മണ്ണ് വൃത്തിയുള്ള പോളിത്തീൻ കവറിലാക്കി ലേബൽ ചെയ്യുക. ലേബലിൽ കർഷകന്റെ പേരും മേൽവിലാസവും, വില്ലേജ്, ബ്ലോക്ക്, പഞ്ചായത്ത്, ജില്ല, കൃഷിസ്ഥലത്തിന്റെ സർവേ നമ്പർ, അടുത്തതായി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള, തൊട്ടു മുൻപുള്ള 3 കൃഷിയുടെ വിളവും വളപ്രയോഗവും, നിർദ്ദേശം വേണ്ട കൃഷികൾ, ഇനം, ഏതെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ അതും, കൃഷിക്കുള്ള ജലസേചന മാർഗം, നീർവാർച്ച സൗകര്യം, മണ്ണിന്റെ പ്രത്യേകതകൾ, കുമ്മായമോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവും ഉപയോഗിച്ച സമയവും തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയിരിക്കണം. ഈ സാമ്പിൾ വിവിധ മണ്ണ് പരിശോധനാ ലാബുകളിൽ പരിശോധനയ്ക്കായി കൊണ്ടുകൊടുക്കാവുന്നതാണ്. ശേഖരിച്ച മണ്ണ് 6 മാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കാൻ പാടുള്ളതല്ല. മണ്ണ് സാമ്പിൾ ശേഖരിക്കുമ്പോൾ മണ്ണ് എടുക്കുന്ന സമയം വളരെ പ്രധാനമാണ്. ഒരു വിള കഴിഞ്ഞതിന് ശേഷം അടുത്ത വിളയ്ക്ക് മുമ്പായിട്ടാണ് നമ്മൾ മണ്ണ് സാമ്പിൾ ശേഖരിക്കേണ്ടത്. അതുപോലെ തന്നെ കൂടുതലായി മഴ ലഭിക്കുന്ന സമയത്ത് മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്നത് ഉചിതമായിരിക്കില്ല. കൂടുതലും വേനൽക്കാലത്താണ് മണ്ണ് സാമ്പിൾ ശേഖരിക്കേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും തനതായ മണ്ണ് സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് യാതൊരു രീതിയിലും മലിനീകരിക്കപ്പെടാത്ത കൃത്യമായ മണ്ണ് സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മുടെ കൃഷിയിടത്തിനെ മൊത്തം പ്രതിനിധീകരിക്കുന്ന സാമ്പിൾ ആയിരിക്കുകയും വേണം. സർക്കാരിന്റെ ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി മണ്ണ് പരിശോധനയിലൂടെ വിളവ് വർദ്ധിപ്പിക്കുവാൻ എല്ലാ കർഷകരും മുന്നോട്ടു വരേണ്ടതാണ്.